തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ്സിൽ വീടിന് മുന്നിൽ വന്നിറങ്ങിയ കൃഷ്ണേന്ദു ഇറങ്ങി വീട്ടിലേക്ക് കയറവേ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചുവട്ടിൽ കിടന്ന കേബിൾ ടിവിയുടെ കേബിൾ കാലിൽ കുരുങ്ങി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതറിയാതെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുക്കുകയും റോഡിൽ വീണ കുട്ടിയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങുകയുമായിരുന്നു. എന്നിട്ടും ബസ് നിർത്താതെ മുന്നോട്ട് പോകവേ ഈ ദാരുണ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന ബസ്സിന് പിന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഡ്രൈവർ ഉണ്ണി ഇറങ്ങി ബസ്സിന് പിന്നാലെ അലമുറയിട്ടോടി ബസ് നിർത്തുകയായിരുന്നുവെന്ന് ബീക്കൺ ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഈ ആക്സിഡന്റ് ബസ്സിന്റെ പിറകെ ഓട്ടോ ഓടിച്ച് പിറകെ പോവുകയായിരുന്നു. അപ്പോഴാണ് ബസ് ഈ കുട്ടിയുടെ വീടിന്റെ ഭാഗത്ത് നിർത്തുകയും ഞാനും അവിടെ ചവിട്ടി നിർത്തുകയും ചെയ്തു. കുട്ടി ഇറക്കി ബസ് മുന്നോട്ടെടുത്തു, കുട്ടിയും മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ കേബിളിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ പോസ്റ്റിൽ കേബിൾ പോയി കിടക്കുകയായിരുന്നു. ആ കുട്ടിയുടെ കേബിൾ കുരുങ്ങുകയും ആ കുട്ടി തെറിച്ച് റോഡിലേക്ക് വീഴുകയും ആ ബസ്സിന്റെ ബാക്ക് ടയർ കയറി ഇറങ്ങുകയും ചെയ്തു. ഇങ്ങനെ സംഭവം ഉണ്ടായത്. എന്നിട്ട് ബസ് മുന്നോട്ടെടുത്തു. ഞാനാണ് വണ്ടി നിറയെ ഓടിപ്പോയി ഡ്രൈവറോട് പറഞ്ഞത് കുട്ടി അപകടത്തിൽപ്പെട്ടു. ഈ ആയയും ഉണ്ടായിരുന്നു, ഈ ഡ്രൈവർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അറിഞ്ഞില്ല സംഭവം. അവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചാണ്. കുട്ടികളെ ബസ്സിനുള്ളിൽ നിന്ന് ഇറക്കി വീട്ടിലേക്ക് അയക്കുന്ന ആയയും ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. ജീവനക്കാർ അല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നുവെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട കൃഷ്ണേന്ദു. സഹോദരൻ കൃഷ്ണനുണ്ണി +1 വിദ്യാർത്ഥിയാണ്. മടവൂർ ചാലിൽ MS ഭവനിൽ മണികണ്ഠൻ്റെയും ശരണ്യയുടെയും മകളാണ് കൃഷ്ണേന്ദു. അപകടമുണ്ടാക്കിയ സ്കൂൾ ബസും ഡ്രൈവറും പള്ളിക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ശനിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ബീക്കൺ ന്യൂസ്, വർക്കല.